ഈ പുഞ്ചിരിക്കു പിന്നിൽ ഒരു സാധാരണ കഥയല്ല, ആത്മവിശ്വാസത്തിൻ്റെ കഥയാണ്. സ്നേഹത്തിൻ്റെ കഥയുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചം തെളിയിക്കാൻ ഒരുപാട് നല്ല മനസ്സുകൾ ഒന്നിച്ചു നിന്ന ഒരു കഥയാണ്. ആ കഥ അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ഒരു ദിവസം BRCയിൽ നിന്ന് മുംതാസ് ടീച്ചറുടെയും ഷാനബ ടീച്ചറുടെയും കോൾ വരികയാണ്. ടീച്ചറെ, ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയുണ്ട്. അവന് കമ്പ്യൂട്ടർ പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. ടീച്ചർക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ആ ചോദ്യം ഒരു പുതിയ യാത്രയുടെ തുടക്കമായിരുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ അവരോട് വരാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ഷുഹൈദും അവൻ്റെ ഉമ്മയും സഹോദരിയും എത്തി. അവരുടെ കുടുംബത്തിൻ്റെ ആശ്രയം ജോലിക്ക് പോകുന്ന ആ ഉമ്മ മാത്രമായിരുന്നു. സംസാരത്തിനിടെ കണ്ണു നിറച്ച് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നും മറക്കാൻ കഴിയാത്തൊരു വാക്ക്. ടീച്ചറെ, ഇവന് 25 വയസ്സായി. ഞാൻ കഴിഞ്ഞാൽ ഇവൻ ആരുണ്ട്? ആ ചോദ്യം കേട്ടപ്പോൾ മനസ്സൊന്ന് പടഞ്ഞുപോയി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഷുഹൈദിൻ്റെ കണ്ണുകളിൽ കണ്ടത് ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു. കമ്പ്യൂട്ടർ പഠിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം. ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ അവനെ ഒറ്റയ്ക്ക് ബസ്സിലയക്കാൻ ഞാൻ ആ ഉമ്മയോട് ആവശ്യപ്പെട്ടു. ഉമ്മയ്ക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. എങ്കിലും ഉമ്മ എന്നെ വിശ്വസിച്ചു, അങ്ങനെ വേണം പറയാൻ. അടുത്ത ദിവസം ഉമ്മയുടെ കൈ പിടിക്കാതെ സ്വന്തമായി ബസ് കയറി ഒറ്റയ്ക്ക് ഞങ്ങളുടെ സെൻറ്ററിലേക്ക് നടന്നു വന്ന ഷുഹൈദിനെ ഞാൻ ഇന്നും ഓർക്കുന്നു. ആ മുഖത്ത് ആത്മവിശ്വാസം, ആ സന്തോഷം, ആ ആത്മാഭിമാനം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതായിരുന്നു. ഇത്ര വയസ്സായിട്ടും ഇനി പഠിക്കുമോ എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയായിരുന്നു അത്. അങ്ങനെ ഷുഹൈദ് പഠിച്ചു. വളരെ താല്പര്യത്തോടെ. സഹതാപമല്ല അവന് വേണ്ടിയിരുന്നത്, ഒരവസരമായിരുന്നു. മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെയായിരുന്നു അവനും. 6 മാസത്തിനുള്ളിൽ MS ഓഫീസ് കോഴ്സ് പൂർത്തിയാക്കി. പക്ഷേ എൻ്റെ ദൗത്യം അവിടെ തീർന്നില്ല. അവൻ്റെ കഴിവിന് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടെത്തണമെന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് എൻ്റെ CSC സെൻറ്ററിൽ ഫോട്ടോസ്റ്റാറ്റും അനുബന്ധ ജോലികളും അവനെ കൊണ്ട് ഞാൻ പരിശീലിപ്പിച്ചു. വളരെ വേഗം അവനത് മനോഹരമായി പഠിച്ചെടുത്തു. അപ്പോഴാണ് ഒരാശയം എൻ്റെ മനസ്സിൽ വന്നത്. ഷുഹൈദിന് സ്വന്തമായി ഒരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങിയാലോ? കൂടുതൽ വൈകാതെ തന്നെ എൻ്റെ അരികിലേക്ക് ഷുഹൈദിനെ എത്തിച്ച BRCയിലെ മുംതാസ് ടീച്ചറോടും ഷാനബ ടീച്ചറോടും വിദ്യാർത്ഥികളോടും ഞാനിത് പങ്കുവച്ചു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഓരോ മാസവും ചെറിയൊരു തുക മാറ്റിവെച്ച് പല കുടുംബങ്ങൾക്കും സഹായം ചെയ്യാറുണ്ട്. ചെറിയ തുക എന്ന് പറഞ്ഞാൽ വെറും 20 രൂപ. തുക ചെറുതായിരിക്കാം, പക്ഷേ നല്ല മനസ്സുകൾ ഒന്നിച്ചാൽ അതിന് വലിയ ശക്തിയുണ്ട്. വിദ്യാർത്ഥികളുടെ പിന്തുണയും പ്രോം കെയറിൻ്റെ ഫണ്ടും BRCയിലെ അധ്യാപകരുടെ സഹകരണവും എല്ലാം ഒന്നിച്ചപ്പോൾ ഷുഹൈദിന് വേണ്ട പ്രിൻ്ററും സ്റ്റേഷനറി സാധനങ്ങളും ഒക്കെ റെഡിയായി. എൻ്റെ വിദ്യാർത്ഥികളും ആവേശത്തോടെ കൂടെ നിന്നു. സാധനങ്ങൾ വാങ്ങുക, വില എഴുതുക, ഷോപ്പ് സെറ്റാക്കുക, അങ്ങനെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. ഷുഹൈദിൻ്റെ പീടിക. ആ ദിവസം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇന്ന് 1 വർഷത്തിലേറെയായി ഷുഹൈദ് തൻ്റെ സ്ഥാപനം ആത്മവിശ്വാസത്തോടെ നടത്തുകയാണ്. ഉമ്മയും സഹോദരിയും ഇന്നും അവൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഇനിയും ഒരു സ്വപ്നം ബാക്കിയുണ്ട്. അവൻ്റെ കടയിൽ ഒരു കമ്പ്യൂട്ടർ കൂടി വേണം. അതുണ്ടെങ്കിൽ കൂടുതൽ സേവനങ്ങൾ നൽകാനും കൂടുതൽ വരുമാനം കണ്ടെത്താനും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനും അവന് സാധിക്കും. ചില സഹായങ്ങൾ പണം മാത്രമല്ല, അതൊരു ജീവിതത്തിൻ്റെ വെളിച്ചമാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒരു ഭാവിയുടെ തുടക്കമാണ്. ഷുഹൈദിനെ പോലെ ഇനിയും പല കുട്ടികളും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സഹായം. കാരണം ചാരിറ്റി എന്നത് പണം നൽകൽ മാത്രമല്ല, നമ്മുടെ അറിവും സമയവും
അവസരങ്ങളും അർഹരായവരിലേക്ക് എത്തിക്കുന്നതാണ് യഥാർത്ഥ ചാരിറ്റി. ഷുഹൈദിൻ്റെ ഈ സന്തോഷം നിലനിർത്താൻ നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും ഷുഹൈദും കൂടി ഉണ്ടാവട്ടെ. ഇന്ന് നിങ്ങൾ കണ്ടത് ഷുഹൈദിൻ്റെ കഥയാണ്. എന്നാൽ ഷുഹൈദിനെ പോലെ സ്വപ്നങ്ങൾ പിന്തുടരുന്ന നിരവധി കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പരിശ്രമങ്ങളും വിജയങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തുടർന്നും ശ്രമിക്കും. അടുത്തൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. നന്ദി.